CPIM-ന്റെ ഒരു ഡസൻ നേതാക്കന്മാരുടെ അങ്ങേയറ്റത്തെ ആക്ഷേപമുദ്രകൾ ചേർത്തിട്ടുള്ള SDPI വിമർശനങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ കണ്ടെടുക്കാൻ പറ്റും. അതവിടെ നിൽക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നിലമ്പൂരിൽ ഉറക്കെ പറഞ്ഞ M. സ്വരാജ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പാർട്ടി ഇപ്പോൾ SDPI എന്ന പേര് ചോദിച്ചാൽ അതിന് സ്കിപ്പ് ചെയ്ത് കളയും. നോക്കൂ, LDF കൺവീനറോട് നൗഫൽ പോയി ചോദിച്ചു, നമ്മുടെ പ്രതിനിധി പോയി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, അതിൽ കൊത്താൻ ഞാൻ തയ്യാറില്ല. അദ്ദേഹം പൊയ്ക്കളയാണ് ചെയ്തത്. ഇന്നലെ മങ്കടയുടെ കാര്യം പിണറായി വിജയനോട് ചോദിക്കും, പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, ഞങ്ങൾ മങ്കടയിൽ നല്ല നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടാവും എന്ന് പറഞ്ഞ ഒഴിയാണ്. അപ്പോൾ SDPI എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയോട് ഇന്നലെ വരെ സ്വീകരിച്ച സമീപനം വാക്കുകൾ കൊണ്ടല്ല, പാർട്ടി രേഖയിലുണ്ട്. SDPI RSSന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന തീവ്രവർഗീയ സംഘമാണ്, നാട് കുട്ടിച്ചുറക്കാൻ ശ്രമിക്കുകയാണ്. CA സമരം നടന്നപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനകത്ത് നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കിയത് SDPI തീവ്രവാദികളാണ് എന്ന്. ഏറ്റവും അവസാനം താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരത്തിൽ എന്തായിരുന്നു CPM നിലപാട്? ആ സമരത്തിൽ കുഴപ്പമുണ്ടാക്കുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തത് SDPIക്കാരായ തീവ്രവാദികളാണെന്നാണ്. ഇപ്പോൾ ചോദിച്ചാൽ നോക്കൂ സൈഫ്, ഞാൻ പറഞ്ഞ അടുത്ത 12 ദിവസത്തേക്ക് മാത്രം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPIയുടെ തീവ്രവാദ മുദ്രയ്ക്ക്. SDPIക്കാർ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. SDPIക്കാരായിട്ടുള്ള അണികൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ധാരണയ്ക്ക് ആനുകൂല്യം കിട്ടുന്നത് 12 ദിവസത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രവാദ മുദ്ര എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യപ്പെടും? വീണ്ടും വന്ന് ചേർക്കപ്പെടും. അപ്പോൾ SDPIക്കാരുള്ള അണികൾ അവർ പറയട്ടെ, അവർ സ്വയം ഒന്ന് ആലോചിക്കട്ടെ, ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? SDPI ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബാന്ധവോ സഖ്യം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇരുകൂട്ടർക്ക് ഗുണമുണ്ടാവണമല്ലോ. ഏതൊരു മുന്നണിയിലും ഒരു കക്ഷി പോയി ചേരുന്നത് അവർക്കൊരു സീറ്റ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ മതനിരപേക്ഷ കക്ഷിയായിട്ട് അംഗീകരിച്ചിട്ടോ ഒക്കെയാണല്ലോ. ഈ കച്ചവടത്തിൽ SDPI എന്നുള്ള പാർട്ടിക്കുള്ള ലാഭം എന്താണ്? ഏറ്റവും കുറഞ്ഞത് SDPI ഈ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു പാർട്ടിയാണ്. അവരെ അംഗീകരിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന ഒരു വാക്കിൻ്റെ ആനുകൂല്യം SDPIക്കില്ല. ഈ 12 ദിവസം കഴിഞ്ഞാൽ തള്ളിപ്പറയാൻ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ SDPI. അപ്പോൾ എന്തിനാണ് SDPI എന്ന് പറഞ്ഞ കക്ഷി ഈ വിഡ്ഢിവേഷം കെട്ടുന്നത്? അല്ലെ അവർക്കുള്ള ഗുണം എന്താണ്? ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്നുണ്ടോ? ഇവരെവിടെയെങ്കിലും അംഗീകരിക്കുമോ? ഇവരൊരുമിച്ച് ഒരു സെമിനാറിലെങ്കിലും പങ്കെടുക്കുമോ? ഇല്ല. അപ്പോൾ UDFനെ തോൽപ്പിക്കാനുള്ള LDFൻ്റെ പല വഴികൾ തേടലിൽ ഒരു ബ്രോക്കറിയും പണിയെടുത്ത് കൊടുക്കുകയാണ് SDPI എന്ന് പറയുന്ന ഒരു സംഘടന. അപ്പോൾ അതിൻ്റെ അണികൾ ആലോചിച്ചാൽ മതി, ഞങ്ങൾ ഈ കളിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് ഗുണം. രണ്ടാമത്തെ കാര്യമുണ്ട്, മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് ലെഫ്റ്റുമായിട്ട് അകന്നത്? നമ്മൾ ആ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീൽ എന്താണ്? അവർ നോക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഓരോ ആൾക്കാർ വന്നിട്ട് അവരെ ചീത്ത വിളിക്കുകയാണ്. ഇവന്മാർ വർഗീയവാദികൾ, ഇവർ മലപ്പുറം തീവ്രവാദികൾ, ഇവർ ലവ് ജിഹാദുകാർ, ഇവർ നർക്കോട്ടിക് ജിഹാദുകാർ, ഇവരെ ഭക്ഷണത്തിൽ തുപ്പുന്നവർ, പേര് കേട്ടാൽ അറിയാം, കണ്ണിക്കണ്ടവരൊക്കെയും വന്ന് ചീത്ത വിളിക്കുകയാണ് ഒരു സമുദായത്തെ. ആ സമുദായം കുറേ സമയം കേൾക്കുമ്പോൾ അതിൻ്റെ ഇൻസൾട്ടിൻ്റെ ഒരു പാരമ്യത്തിലെത്തില്ലേ? ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത്രയേക്കാൻ വേണ്ടി മാത്രം നമ്മളാരാണ്? അപ്പോൾ അതിങ്ങനെ കേട്ടേ വരികയാണ്. അതിൻ്റെ കൂടെ ഒരു ആധിയും ഇത്തരം ദുഷ്പ്രചരണങ്ങളുടെ ഒടുവിലാണ് നോർത്തിലൊക്കെ വലിയ കലാപം ഉണ്ടായതെന്നുള്ള ഭയപ്പാടും. ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ പ്രമാണിമാർ തന്നെ വന്ന് ഡെയിലി ചീത്ത വിളിക്കുകയാണ് ഒരു സമുദായത്തെ. ആ സമുദായം അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി ആൻഡ് ഇൻസൾട്ട് എന്താണ്? ആ പ്രശ്നം സീരിയസ് ആയിട്ട് ഭരണകൂടത്തോട് സംസാരിക്കും. ഭരണകൂടം കൂടെ പുച്ഛിക്കുകയാണ്. അത് ഏതൊരു പാർട്ടിയെ പറഞ്ഞതാണ് എന്ന മട്ടിലൊക്കെ പറയാണ്. CPIM PB അംഗം പറയാണ് അത് മുസ്ലിം ലീഗിനെ പറഞ്ഞതാണ് എന്ന്. ഒക്കെ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി നിരന്തരം ആക്ഷേപിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള, ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറ്റിയത്? സ്വയം കബളിപ്പിക്കുന്നു പിണറായി വിജയൻ. എന്നിട്ടൊരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അദ്ദേഹം അവരുന്നയിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ജെന്യുവിൻ കൺസേണെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ തെറ്റിയത്? ആ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായത് അവിടെയല്ലേ? അപ്പോൾ ആ ട്രസ്റ്റ് ഇഷ്യൂ എങ്ങനെ ഉണ്ടായതാണ് എന്ന് SDPIക്കാരും ആലോചിക്കണമല്ലോ. എന്തിനാണ് ഇപ്പോൾ ഞങ്ങളെ തേടി വന്നിരിക്കുന്നത്? അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ടുള്ള CPMൻ്റെ ട്രസ്റ്റ് ഇഷ്യൂ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ SDPI ആദ്യം ആലോചിക്കേണ്ട ഈ ട്രസ്റ്റ് ഇഷ്യൂ സത്യത്തിൽ എങ്ങനെ ഉണ്ടായതാണ്? അത് വെറുതെ എന്തെങ്കിലും തരത്തിലുള്ള 3 സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഉണ്ടായതാണ്? അല്ല, അവരെ ആ ഇൻസെക്യൂർ ആക്കുന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ നടക്കുകയും ആ ക്യാമ്പയിനെ CPM പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന മട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ട്രസ്റ്റ് ഇഷ്യൂ. ആ ട്രസ്റ്റ് ഇഷ്യൂ അവിടെ നിൽക്കുക, ഞങ്ങൾ ഇവിടെ പോയി കൂടി കൊടുത്താൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ദിവസങ്ങൾ, പിന്നെ ഉണ്ടല്ലോ രാഷ്ട്രീയ കേരളം ബാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് SDPIയുടെ നേതൃത്വം എടുത്തിട്ടുള്ള ഈ നിലപാടെന്ന്. അതിൻ്റെ അണികൾക്കത് മനസ്സിലാവുമെന്നറിയില്ല. പിന്നെ SDPIയുടെ നേതൃത്വം പ്രഖ്യാപിച്ചാൽ അതിനടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരാണ് സമ്പൂർണ്ണമായും എന്ന് അറിയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ആ പാർട്ടിയെ സംബന്ധിച്ച് അവരെടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ആ സംഘടനയുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. CPMൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കണ്ടിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത് തന്നെ ആൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ചീത്ത വിളിക്കുന്നതിനെ അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ കാലം നല്ലായ ഓർമ്മയുണ്ട് മനുഷ്യന്മാർക്ക്, അല്ലേ? അല്ല, ആൾക്കാർ ഷോർട്ട് മെമ്മറി ഒന്നുമില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ SDPI ഇന്നലെ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. SDPIക്കാർ ഞങ്ങളുടെ അഭിമന്യുവിനെ കൊന്ന വർഗീയത തുലയട്ടെ, ഞാൻ പെറ്റ മകനെ എന്ന് എഴുതി മുഴുമിപ്പിച്ചിട്ടില്ലാത്ത CPMമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അവർക്ക് ഇപ്പോൾ SDPI ചോദിച്ചാൽ അവർ അക്ഷരം മിണ്ടാനില്ല.
MA ബേബി മാത്രം വേറെയാണ് പറഞ്ഞത്. അത് അദ്ദേഹം എപ്പോഴും വേറെയാണ് പറയുക. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും അതെ, ഇവിടുത്തെ സർക്കാർ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നടക്കുന്ന ഉരുണ്ടുകളികളുടെ കൂടെ അല്ല അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ശരിക്കും CPM-ൻ്റെ പൊസിഷനാണ്. CPM-ൻ്റെ പൊസിഷൻ അദ്ദേഹം എപ്പോഴും സംസാരിക്കുക. ഇവർ സംസാരിക്കുന്ന അധികാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാധ്യതാ പൊസിഷനിലാണ്. CPM-ൻ്റെ പൊസിഷനല്ല എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഈ SDPI ബന്ധം എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ SDPIക്കാർ ആലോചിക്കണം, എത്ര ദിവസത്തേക്കൊണ്ട് ഈ മതനിരപേക്ഷതയുടെ കുപ്പായം തരുന്നത്, പിന്നെ ഊരി വാങ്ങിക്കും തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, ഞാൻ പെറ്റ മകനെ എന്ന തലക്കെട്ടിട്ട് വർഗീയത തുലയിട്ട എന്ന പേരിൽ വികാരനിർഭരമായി കുറിപ്പിട്ട ഇടതുപക്ഷ അനുഭാവികൾ SFIക്കാർ ആലോചിക്കണം ഇപ്പോൾ നമുക്ക് ഇവരെങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരായെന്നുള്ളത്. ഈ അസംബന്ധത്തിന് കേരളം മറുപടി പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നത്.